എത്തിച്ചേരുന്നതായിരിക്കും. അവരെ കാണുവാൻ ആകാംക്ഷഭരിതരായി തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷമായിട്ട് കാത്തിരിക്കുന്നു. ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മണ്ണിലേക്കാണ് വരുന്നത്, പ്രത്യേകിച്ചും ചെമ്മാടിന്റെ മണ്ണിലേക്കാണ് വരുന്നത്. ചരിത്രം എഴുതപ്പെടുമ്പോൾ നമ്മുടെ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും കൂടി അവിടെ എഴുതപ്പെടണം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയ താരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എത്തിച്ചേരും. അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ചെമ്മാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അവരെ കാണുവാൻ ആകാംക്ഷഭരിതരായി തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷമായിട്ട് കാത്തിരിക്കുന്നു. ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മണ്ണിലേക്കാണ് വരുന്നത്, പ്രത്യേകിച്ചും ചെമ്മാടിന്റെ മണ്ണിലേക്കാണ് വരുന്നത്. ചരിത്രം എഴുതപ്പെടുമ്പോൾ നമ്മുടെ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും കൂടി അവിടെ എഴുതപ്പെടണം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയ താരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരും. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്തിച്ചേരുന്നു. രണ്ട് നിമിഷം കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ വല്ല പാട്ടുകൾ നമ്മൾ കുറച്ച് നിമിഷത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ എത്തിച്ചേർന്നതിന് ശേഷമാകട്ടെ ചെമ്മാടിന്റെ മണ്ണിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അവരെ കാണുവാൻ ആകാംക്ഷഭരിതരായി തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷമായിട്ട് കാത്തിരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ റോഡിന്റെ മറ്റേ സൈഡിൽ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സൈഡിലേക്ക് എല്ലാവർക്കും ഇപ്പൊ തണലായിരിക്കുകയാണ് അല്ലേ. അപ്പൊ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എത്തിച്ചേരും. അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ചെമ്മാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടി നിന്റെ അരിമുല്ല ചീനാവിൽ അഴകെ
എത്തിച്ചേരും. അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ചെമ്മാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സിംഗത്തിന്റെ 2 പാട്ടാം ദയവ് ചെയ്ത് സിംഗത്തിന്റെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. അവരുടെ പാട്ടിലേക്ക് പോകാം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അവരെ കാണുവാൻ ആകാംക്ഷഭരിതരായി തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷമായിട്ട് കാത്തിരിക്കുന്നു. ഈ വാഹനത്തിന്റെ പുറകിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ദയവശം ഒന്ന് സൈഡൊന്ന് നിന്നോളൂ. ഈ വാഹനം ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് വരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദയവ് ചെയ്ത് റോഡിന്റെ നടുക്ക് നിൽക്കുന്ന സ്നേഹമുള്ള ചേട്ടന്മാരെ ഒന്ന് സൈഡ് ഒതുങ്ങി നിന്നോളൂ. ഇവിടെ നിൽക്കുന്നവർ ഒന്ന് ഒതുങ്ങി നിന്നോളൂ. ദയവ് ചെയ്ത് ഈ വാഹനം കടന്നു പോയാൽ മാത്രമാണ് നമ്മുടെ പ്രിയ താരങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടേക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനും വേണ്ടിയിട്ട് ഇതിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയ താരങ്ങളെ. ദയവ് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരും ഒതുങ്ങി നിന്ന് കൊടുക്കേണ്ടതാണ്. ജനസഭയുടെയും അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെയും വാക്കുകൾ മാനിച്ചുകൊണ്ട് ദയവ് ചെയ്ത് സൈഡ് ഒതുങ്ങി നിൽക്കേണ്ടതാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ചെമ്മാടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ചെമ്മാടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മളെ എന്തെങ്കിലും സുന്ദരമായ മാനിച്ചുകൊണ്ട് നമ്മുടെ 2 പ്രിയ താരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല. ഏതൊരു ചെമ്മാടിലെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം ചാക്കോച്ച രാവിലെ 9 മണി മുതൽ ഇവരെല്ലാവരും എന്നോടൊപ്പം തന്നെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട്, സംസാരിക്കുവാൻ വേണ്ടിയിട്ട്, വിശേഷങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവർക്ക് നല്ലൊരു വാഗ്ദാനമുണ്ട്. ചാക്കോസ് എത്തിച്ചേർന്നതിന് ശേഷം വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ വിടുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമയിൽ ഏതൊരു താരത്തിനെ കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചാക്കോസിന്റെ വർത്തമാന കാലത്തിനേക്കാളും കൂടുതൽ നമ്മൾ പറയേണ്ടത് പഴയ കാലമാണല്ലേ. നമ്മുടെ സ്വന്തം അനിയത്തിപ്രാവാണ് നമ്മളൊപ്പം നിൽക്കുന്നത്. ഇവർക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചാക്കോച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. 97 മുതലുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നി ഇനി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ചാക്കോച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. മക്കളെ കണ്ടല്ലോ, എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഒരു ആശ്വാസമായി കാണും. ചാക്കോച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് നേരമായി കാത്തിരിക്കുന്ന ഇവരുടെ മനസ്സിൽ സ്നേഹമാണ്, അതുപോലെ കാത്തിരിപ്പാണ്. ചാക്കോച്ച പ്ലീസ്. നമസ്കാരം. വലിയ 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 നമസ്കാരം. ഒരുപാട് സന്തോഷം. എന്താ പറയണ്ടതെന്ന് അറിയില്ല. കാരണം കുറെ ആൾക്കാരുണ്ട്, കുറെ ചിരിക്കുന്ന മുഖങ്ങൾ. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ വേറൊരു കാര്യം, അവിടെ ഞങ്ങളെ കാണാൻ സാധിക്കാത്ത കുറെ സുഹൃത്തുക്കൾ
കുന്നംകുളത്തുനിന്ന് വന്ന കുറെ സുഹൃത്തുക്കളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ തമ്മിൽ വേറൊരു ബന്ധം കൂടെയുണ്ട്. ഞാനും ചെമ്മാടുകാരും തമ്മിൽ ഒരു ആടുബന്ധം. എന്താണ് ആടുബന്ധം? എന്താണ്? ഞാനൊരു കുട്ടനാടുകാരനാണ്, നിങ്ങൾ ചെമ്മാടുകാരാണ് അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. കുറെ ചിരിക്കുന്ന നമ്മുടെ പാവം പോലീസ് സുഹൃത്തുക്കളുണ്ട്. അവരോട് സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും പെരുമാറണം. ഒരു ഉഷ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, സിവിൽ സർവീസ് ഓഫീസർ നമ്മുടെ ഉഷ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരെയൊക്കെ ഞങ്ങൾ വളരെ സേഫായിട്ടാണ് ഇവിടെ എത്തിച്ചത്. ഇത്രയും വലിയൊരു സ്നേഹവും സ്വീകരണവും ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി. 20 വർഷമായി മലയാള സിനിമയിൽ ഞാൻ നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങി കഴിയുന്നു. ഒരുപാട് സന്തോഷം. അതിനുള്ളൊരു നന്ദിയും കൂടെ ഈ വേദിയിൽ അറിയിക്കുകയാണ്. ആ സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനവും ഇനിയും സിനിമകളിലും ഉണ്ടാവണം. സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. സ്റ്റേജിൽ നിൽക്കുന്ന ഓരോരുത്തരും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. ദയവ് ചെയ്ത് സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. സ്റ്റേജിൽ നിന്നും ദയവ് ചെയ്ത് വേണ്ടപ്പെട്ടവരല്ലാത്തവരെല്ലാം ഒന്ന് സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടതാണ്. ദയവ് ചെയ്ത് വേണ്ടപ്പെട്ടവരല്ലാത്ത എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് സ്റ്റേജ് ക്ലിയർ ചെയ്യേണ്ടതാണ്. രണ്ടു പേർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളാണ്. ചെമ്മാടിലെ മണ്ണിലെ ഓരോ ശ്വാസവുമാണ്. നമ്മുടെ എല്ലാവരുടെയും ചങ്കായ രണ്ട് പ്രിയപ്പെട്ടവരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് റോഡിന്റെ സൈഡിൽ നിൽക്കുന്നവർ ഒതുങ്ങി നിൽക്കേണ്ടതാണ്. എല്ലാവരും കണ്ടു, ആഘോഷം വന്നു, നിങ്ങളോട് സംസാരിച്ചു, ഒരുപാട് സ്നേഹമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദയവ് ചെയ്ത് എല്ലാവരും സൈഡ് ഒതുങ്ങി നിൽന്ന് കൊടുക്കേണ്ടതാണ്. ഒരുപാട് വാഹനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ പ്രിയ പോലീസ് സേനയുടെ വാക്കുകൾ മാനിച്ചുകൊണ്ട് രണ്ട് സൈഡും ഒതുങ്ങി നിൽക്കേണ്ടതാണ്. സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. സ്റ്റേജിൽ നിൽക്കുന്ന ഓരോരുത്തരും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. ദയവ് ചെയ്ത് സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും